ഈ കഥയുടെ പേര് അതീന്ദ്രിയ ധ്യാനം എന്നാണ്. ഇപ്പോൾ കോഴിക്കോട് 1984 ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു സായിപ്പ് ഒരു മദാമ കോളേജ് വന്നു. അവർ മഹർഷി മഹേഷ് യോഗിയുടെ ശിഷ്യന്മാരാണ്. അതീന്ദ്രിയ ധ്യാനത്തെക്കുറിച്ച് ഉള്ള പ്രചരണത്തിന് വേണ്ടി വന്നതാണ്. പിന്നെ പ്രിൻസിപ്പാളിൻ്റെ പെർമിഷനോട് എല്ലാ ക്ലാസ്സിലും ചെന്ന് പറഞ്ഞു, ഞങ്ങൾ നാളെ അതീന്ദ്രിയ ധ്യാനം നടത്തുന്നുണ്ട്, കുട്ടികൾക്ക് നല്ലതാണ്, ഓർമ്മശക്തി, പഠിക്കുന്ന കുട്ടികൾക്ക് ഓർമ്മശക്തി കിട്ടാൻ വളരെ ഉപകാരപ്രദമാണ് അതീന്ദ്രിയ ധ്യാനം, താല്പര്യമുള്ള കുട്ടികളെല്ലാം പേര് തരിക. ഇപ്പോൾ വരാൻ താല്പര്യമുള്ള കുട്ടികൾ ഒരു പുഷ്പം, ഒരു ഫ്രൂട്ട്, ഒരു കഷ്ണം തുണി, പഴംതുണി എന്തായാലും മതി, ഇത്രയും സംഗതി കൊണ്ടുവരണം. അങ്ങനെ പിറ്റേ ദിവസം വൈകിട്ട് ഒരു 4 മണിയായപ്പോഴത്തേക്കും 2 മുറികളിലായിട്ട് പെൺകുട്ടികളും പ്രിൻസിപ്പാളും ലേഡി ടീച്ചേഴ്സ് എല്ലാം ഒരു മുറിയിൽ, ആൺകുട്ടികളും സാറന്മാരും ഈ സായിപ്പും. അപ്പോൾ ഈ മദാമ്മ അവരുടെ ആ മുറിയിൽ പോയി, സായിപ്പ് ഞങ്ങളിരിക്കുന്ന മുറിയിൽ. അങ്ങനെ അവിടെ ഇത് തുടങ്ങി. അപ്പോൾ ഇയാൾ ആദ്യം മഹേഷ് യോഗിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആദ്യത്തത് പുഷ്പാർച്ചന, എല്ലാവരും കൊണ്ടുവന്നിട്ടുള്ള പുഷ്പം. അപ്പോൾ സ്റ്റേജിൽ മഹേഷ് യോഗിയുടെ ഒരു ഫോട്ടോ ടേബിളിൽ വെച്ചിട്ടുണ്ട്, അതിൽ കൊണ്ടുവന്ന് പുഷ്പം അർപ്പിക്കണം. അങ്ങനെ ഓരോരുത്തർ ചെയ്യുന്ന പുഷ്പം അർപ്പിച്ച് പല ചെറിയ ചെറിയ പുഷ്പങ്ങൾ, തുമ്പപ്പൂ മുതൽ റോസപ്പൂ, അങ്ങനെ എല്ലാം ഉണ്ട്. അത് ഒരുത്തൻ കാണുന്നു, ഒരുത്തൻ പൂക്കുല കൈ തുള്ളിക്കൊണ്ടിങ്ങനെ വരും, തുള്ളിക്കൊണ്ട് വന്ന് അവൻ അപ്പോൾ ഈ ഫോട്ടത്തിന് മുന്നിൽ അർപ്പിച്ചു. അപ്പോൾ അതെല്ലാം ആളുകളെല്ലാം ചിരിച്ച് രസിച്ചു. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തത് ഫലാർച്ചനകൾ, ഫ്രൂട്ട് അർച്ചന. ഇപ്പോൾ ഫ്രൂട്ട് അർച്ചന എന്ന് വെച്ചാൽ ഇപ്പോൾ പല പല ഫ്രൂട്ടുകൾ, ഓറഞ്ച്, ആപ്പിൾ, നാരങ്ങ, അങ്ങനെ പല സാധനങ്ങളും കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അവസാനം സംഭവിക്കുന്നത് വെച്ചാൽ ഒരുത്തൻ ഒരു വലിയ ചക്ക തലയിൽ ചുവന്നുണ്ടെങ്കിൽ വരികയാണ്. ചക്ക തലയിൽ ചുവന്നുകൊണ്ട് സ്റ്റേജിൽ കയറ്റി വന്നിട്ട് സായിപ്പിനെ വിളിക്കുക പിടിച്ചിറക്കാൻ സഹായിക്കാൻ വേണ്ടി. സായിപ്പ് അവസാനം ചെന്ന് ഇവനെ സഹായിക്കാൻ വേണ്ടി ചക്ക എടുത്ത് താഴെ ഇറക്കി കൊടുക്കും. അപ്പോഴേ ഹാള് നിറച്ച് ചിരിയും ബഹളമായി കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ലാസ്റ്റ് വരുന്നത് ഈ തുണി അർച്ചന ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ കൊണ്ടുവന്ന ചെറിയ ചെറിയ തൊണ്ട് കഷ്ണങ്ങളൊക്കെ തുണികൾ. അവസാനം ഒരുത്തന്നെ ഒരു വലിയ സാരി, ഒരു വെളുത്ത് കിറിപ്പറഞ്ഞ സാരി ചുറ്റിക്കൊണ്ട് വന്ന് അത് ഇപ്പോൾ മുന്നേ അവിടെയും ബഹളം തന്നെയായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നീട് നമുക്ക് രസം കൂടുതൽ വരാൻ തുടങ്ങുന്നത്. അതായത് ഇത് കഴിഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു, ഇനി ആ മന്ത്രം ചോദിച്ച് പറയാൻ പോവുകയാണ്. നിങ്ങൾ ഓരോരുത്തർ ഇയാൾ മുറിയുടെ പുറത്ത് പോയി ഒരു കസേരയിട്ടിരുന്നു, എന്നിട്ട് ഡോറടച്ചു, എന്നിട്ട് ഓരോരുത്തരായിട്ട് വരണം. ഒരു ചെവിയിൽ മന്ത്രം പറഞ്ഞു തരും. ആ മന്ത്രം പിന്നെ തിരിച്ചിവിടെ വന്നിട്ട് ഇയാൾ പറയുന്ന സമയത്ത് അത് ഉരുവിടണം, മന്ത്രം ഉരുവിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തരും അവിടെ ചെന്ന് മന്ത്രം ഇങ്ങനെ ഇയാൾ പറഞ്ഞു കൊടുക്കും ചെവിയിൽ, അത് കഴിഞ്ഞിങ്ങനെ വരും. അങ്ങനെ ആദ്യം പോയൊരുത്തെന്ന് വെച്ചാൽ ഈ കോളേജ് യൂണിയൻ ചെയർമാനാണ്. അവനകത്ത് കയറി പുറത്ത് വന്ന് ഇയാളുടെ ഇത് മന്ത്രം സ്വീകരിച്ച് അകത്ത് കയറി അവൻ തറയിൽ വീണു. അവൻ തറയിൽ വീണ് കാലെല്ലാം ഇട്ടടിക്കുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ച് തമാശ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ സീരിയസ് ആയിരുന്നു. സീരിയസ് ആയിട്ട് എന്താ കൈയും കാലൊക്കെ ഇട്ടടിക്കുന്നവൻ ചത്തുപോകുന്നുള്ള ഒരു സ്റ്റേജിലോട്ട് വന്നു. അപ്പോൾ ഈ ബഹളം ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് പറയുന്ന പ്രിൻസിപ്പാൾ ഇവിടെ വന്നു. അങ്ങനെ രംഗമൊക്കെ വഷളായി കഴിഞ്ഞപ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഒരുത്തം വിളിച്ചു പോരും, എടാ മതിയുടെ എണീറ്റ് പോര്. അപ്പോൾ ഇവരെട്ട് പോയി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം പിന്നെ സംഭവിക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇയാൾ മൊത്തം ഓഡീഷനടുത്ത് ഒരു ചെറിയൊരു പ്രസംഗം നടത്തിയിട്ട് പറയും, നിങ്ങളെല്ലാം കണ്ണടച്ചിരിക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ കണ്ണ് തുറക്കണം, സാവധാനം തുറക്കണം. ആദ്യം കണ്ണ് സാവധാനം അടക്കുക, പിന്നെ സാവധാനം തുറക്കുക. അത് എൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് വേണം. അപ്പോൾ എല്ലാവരും ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ പറയുകയാണ്, ക്ലോസ് യുവർ ഐസ് സ്ലോലി, വെരി സ്ലോലി ക്ലോസ് യുവർ ഐസ്. അതേ പിന്നെ അയാൾ പറയും, ഓപ്പൺ യുവർ ഐസ്, വെരി സ്ലോലി ഓപ്പൺ യുവർ ഐസ്. അങ്ങനെ പറഞ്ഞ് പുറകിൽ നിന്ന് ഒരുത്തൻ വിളിച്ച് പറയുന്നു, എൻ്റെ കണ്ണ് തുറയുന്നില്ലേ. അപ്പോൾ ആകെ അവിടെ ബഹളമായി. കണ്ണ് തുറയുന്നില്ല എന്ന് പറഞ്ഞ് ആകെ ഒരു ബഹളത്തോട് ബഹളം തന്നെ. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മഹർഷി നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യത്തിൽ വരുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിൽ വന്നതാണ് ഈ
അതീന്ദ്രിയ ധ്യാനം അത് പഠിപ്പിക്കാൻ വേണ്ടി സായിപ്പ് വന്നതിനുള്ള പ്രതിഷേധം തന്നെയായിരുന്നു ഈ കുട്ടികൾ സായിപ്പന്മാരോട് കാണിച്ചത്.